16ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതി. 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 73.8% പേർ വോട്ട് രേഖപ്പെടുത്തി. തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലായിരുന്നു. 78.8% പേരാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സമ്മതിദാനാവകാശം നിർവഹിച്ചത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ 71.2% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ദിനത്തിൽ സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. കാക്കാഴം, തങ്കി, ഇന്ദിരാ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ വോട്ടിംഗ് യന്ത്രം അല്പസമയം പണിമുടക്കിയത് ജനങ്ങളെ വലച്ചു. മാവേലിക്കര, ആലപ്പുഴ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ ഒഴിച്ചാൽ തിരഞ്ഞെടുപ്പ് ശാന്തമായിരുന്നു. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ അരൂർ, ചേർത്തല, അമ്പലപ്പുഴ, കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിൽ കുന്നത്തൂർ, കൊട്ടാരക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലാണ് പോളിംഗ് കൂടുതൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ 77.36%, മാവേലിക്കരയിൽ 69.43% പോളിംഗ് നടന്നത്. എന്നാൽ ഇരു മണ്ഡലങ്ങളിലും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പോളിംഗ് നടന്നത് സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകുന്നു. എന്നാൽ യുവജനങ്ങളും സ്ത്രീകളുമാണ് ഈ തിരഞ്ഞെടുപ്പിൽ വിധി നിർണ്ണയിക്കേണ്ട നിർണായക ഘടകങ്ങൾ എന്നതിനാൽ പുത്തൻ തരംഗമായ ആം ആദ്മിയും നിഷേധ വോട്ടുമെല്ലാം തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം. അതേസമയം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വോട്ടെടുപ്പ് യന്ത്രങ്ങൾ കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളോടെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കുന്നത്തൂർ, പത്തനാപുരം തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ആലപ്പുഴ ലിയോ തട്ടിൻ സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ വോട്ടെടുപ്പ് യന്ത്രങ്ങൾ ആലപ്പുഴ SD കോളേജിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. SDV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, തിരുവമ്പാടി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയാണ് വോട്ടെടുപ്പ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന മറ്റു കേന്ദ്രങ്ങൾ. വോട്ടെടുപ്പ് യന്ത്രങ്ങൾ കേന്ദ്രത്തിൽ എത്തിക്കുന്നത് സംബന്ധിച്ച് പല കേന്ദ്രങ്ങളിലും തർക്കങ്ങളുണ്ടായെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസറും ഡെപ്യൂട്ടി കളക്ടറും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു. വിധിയെഴുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഫലപ്രഖ്യാപനത്തിന് നാളുകളാണ്. അതിനായി മെയ് 16 വരെ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.